ടു ബി ഫ്രാങ്ക്, ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ഒരാളാണ്. നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണോ വേണ്ടേ എന്നുള്ളത് ഈ വീഡിയോ ഫുൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ സപ്ലിമെൻറ്റ്സ് എന്ന ടോപ്പിക്ക് എപ്പോഴും നമ്മൾ അവസാനം ഒരു കൺഫ്യൂഷനിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഇനിയിപ്പോൾ സപ്ലിമെൻറ്റ്സ് വാങ്ങണോ വേണ്ടേ, ഏത് സപ്ലിമെൻറ്റ് വാങ്ങണം, എത്ര കാലം എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസാണ് നമുക്ക് അവസാനം നമ്മളത് മൈൻഡ് ചെയ്യാതെ വരും. അപ്പോൾ ഇതാണ് മിക്കവാറും നടക്കാറ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് മാറ്റാനാണ് ഞാൻ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. എന്നാലും കുറച്ച് ഡൗട്ടൊക്കെ കാണും. അത് നമുക്ക് അവസാനം കമൻറ്റ് സെക്ഷൻ വഴി നമുക്ക് ക്ലിയർ ചെയ്യാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഒരു 10 കാര്യം പറയും. ആ 10 കാര്യത്തിൽ ഒരെണ്ണം പോലും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ബാക്കി കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് വേണ്ട. ഇനി 10ൽ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ എടുക്കാം, എത്ര എടുക്കാം, ഏതെടുക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോവും. ഇപ്പോഴല്ല, ആദ്യം നമുക്ക് ആ 10 കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കൺസേൺ ഓർ ഹെയർ കൺസേൺ ഉണ്ടോ? അതായത് ആക്നി, പിഗ്മെൻറ്റേഷൻ, ഹെയർ ഫോൾ, ഹെയർ ലോസ്, ഡ്രൈനെസ്, ഡൾനെസ്, ഓയിലി സ്കിൻ, അങ്ങനെ എന്തെങ്കിലും സ്കിൻ ആൻഡ് ഹെയർ കൺസേൺസ് ഉണ്ടോ? എന്നാൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇനി ലിമിറ്റഡ് ഡയറ്റാണോ കഴിക്കുന്നത്, അതായത് നിങ്ങൾ വെഗാനാണോ, വെജിറ്റേറിയൻ ആണോ, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കാറുണ്ടോ, എന്നാൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇനി ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മീൽ സ്കിപ്പ് ചെയ്യാറുണ്ടോ, എന്നാലും സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇനി വല്ല ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ, എന്നാലും സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇനി നിങ്ങൾ വെയിൽ കൊള്ളാറില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺലൈറ്റ് കുറവുള്ള സ്ഥലത്താണോ നിങ്ങൾ താമസിക്കുന്നത്, എന്നാൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഉറക്കക്കുറവുണ്ടോ, എന്നാലും സപ്ലിമെൻറ്റ്സ് എടുക്കണം. സ്ട്രെസ് ഇഷ്യൂസ് ഉണ്ടോ, എന്നാലും സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖമൊക്കെ കഴിഞ്ഞ് ഒന്ന് റിക്കവറി സ്റ്റേറ്റിൽ നിൽക്കുകയാണോ എങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇനി ആൻറ്റിബയോട്ടിക്സ് നിങ്ങളൊന്ന് കഴിച്ച് കഴിഞ്ഞതേ ഉള്ളൂ, അതിൻ്റെ ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇനി ഗട്ട് ഇഷ്യൂ ഉണ്ടെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം പോലും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്കിൻ ആൻഡ് ഹെയർ കൺസേൺസ് ഒന്നുമില്ല, ഹോർമോണൽ ഇഷ്യൂസ് ഇല്ല, ആവശ്യത്തിന് വെയിൽ കൊള്ളുന്നുണ്ട്, സ്ട്രെസ് ഇല്ല, ഉറക്കമുണ്ട്, പിന്നെ ഗട്ട് ഇഷ്യൂ ഒന്നുമില്ല, ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഇടയ്ക്ക് എടുത്തിട്ടില്ല, വേറെ അസുഖങ്ങളൊന്നും ഇപ്പോൾ വന്ന് പോയിട്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണ്ട. ഇനി കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഞാൻ 3-4 കാര്യം പറയാം. ആദ്യത്തത്, 70% ഇന്ത്യൻസിന് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് മെഗ്നീഷ്യം, സിങ്ക്, B12 കുറവുണ്ട്. പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും കഴിക്കുന്ന കാരണം ഇന്ത്യൻസിൽ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര കുറവാണ്. ഇനി ലാസ്റ്റ്, 80% ഇന്ത്യൻസ് ഡെയിലി സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലേഡീസാണ്, വിമനാണ്. ICICI ലോംബാർഡ്സ് 2024 റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി എന്തിനാണ് സപ്ലിമെൻറ്റ്സ്, എന്താണ് സപ്ലിമെൻറ്റ്സ്? അതായത് ഞാനിപ്പോൾ ഒരു 10 കൺസേൺസ് പറഞ്ഞില്ലേ, ഈ 10 കൺസേൺസിൽ ഏതെങ്കിലും ഒരു കൺസേൺ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ടൂളാണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. സപ്ലിമെൻറ്റ്സ് മെഡിസിൻസ് അല്ല. സപ്ലിമെൻറ്റ്സ് വേറെ, മെഡിസിൻസ് വേറെ. ഇതിപ്പോൾ സപ്ലിമെൻറ്റ്സ് നമുക്ക് ടാബ്ലറ്റ് ആയിട്ടൊക്കെ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ ബിഫോർ ഫുഡ്, ആഫ്റ്റർ ഫുഡ്, AM രാവിലെ കഴിക്കുക, രാത്രി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അയ്യോ ഞാൻ ഡെയിലി ടാബ്ലറ്റ് എടുക്കുന്നല്ലോ, അല്ലെങ്കിൽ ഡെയിലി മെഡിസിൻ എടുക്കുന്നല്ലോ എന്നൊരു ഫീല് ആളുകൾക്ക് കിട്ടാറുണ്ട്. പക്ഷേ നിങ്ങൾ അത് ക്ലിയറായിട്ട് നിങ്ങൾ മനസ്സിലോർപ്പിച്ചോ, സപ്ലിമെൻറ്റ്സ് വേറെ, മെഡിസിൻസ് വേറെ. കാരണം മെഡിസിൻസ് നമ്മൾ കഴിക്കുന്ന ഒരു അസുഖം വന്നാൽ അത് മാറ്റാനാണ്. പക്ഷേ സപ്ലിമെൻറ്റ്സ് നമ്മൾ പ്രിവെൻഷന് വേണ്ടിയാണ് കഴിക്കുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ സാധനം വരാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ട് കഴിക്കുന്ന ഒരു സാധനമാണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹൗ ടു ചൂസ് എ സപ്ലിമെൻറ്റ്. പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം, ഇതാണ് ഏറ്റവും കൺഫ്യൂഷൻ തരുന്ന സാധനം. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആദ്യം സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ സ്കിൻ ആൻഡ് ഹെയർ കൺസേൺ ആണെങ്കിൽ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക്? ഓയിലി സ്കിന്ന്, അല്ലെങ്കിൽ ആക്നി ആണോ, ഡ്രൈനെസ്സോ ഡൾനെസ്സോ ആണോ, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനും ടാനിങ്ങും ആണോ, അങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 2 പ്രശ്നം, ഏറ്റവും മേജറായിട്ടുള്ള 2 പ്രശ്നം ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ജസ്റ്റ് തനിയെ ഇരുന്നൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ, ഫുഡൊക്കെ പ്രോപ്പർ കംപ്ലീറ്റ് ഡയറ്റാണോ നിങ്ങൾ കഴിക്കുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കുക. അപ്പോൾ ഏകദേശം മനസ്സിലാവും ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, നിങ്ങൾ ബേസിക് ആയിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. എന്തൊക്കെ മാർക്കേഴ്സ് നോക്കാമെന്ന് പറഞ്ഞാൽ വിറ്റമിൻ D നോക്കാം, വിറ്റമിൻ B12 നോക്കാം, അയൺ ആൻഡ് ഫെററ്റിൻ നോക്കാം, മെഗ്നീഷ്യം, സിങ്ക്,
പിന്നെ തൈറോയ്ഡ് പാനൽ, ഈ 6 സാധനങ്ങൾ ബേസിക്കായിട്ട് ഇത് ഇത്രയും എന്തായാലും ചെയ്യുക, ബേസിക് ബ്ലഡ് ടെസ്റ്റിൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഇപ്പോൾ ആക്നീസ്, നല്ല ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് ഓർ CRP നിങ്ങൾക്ക് നോക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോർമോണൽ ഇഷ്യൂ ഉണ്ട്, പീരീഡ്സ് ഒന്നും പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ പാനൽ ചെയ്യാം. അല്ലെങ്കിൽ ഗട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗട്ട് ടെസ്റ്റ് ചെയ്യാം. ഇത് 3 വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഇനി ബാക്കി നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് എടുക്കുക, ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ കറൻറ്റ് വാല്യൂവും നോർമൽ വാല്യൂ അതിൽ എഴുതിയിട്ടുണ്ടാവും. അതിലേതെങ്കിലും വാല്യൂസ് ഒരുപാട് കൂടുതലോ ഒരുപാട് കുറവോ വരുന്നുണ്ടോ നോക്കുക. എക്സാമ്പിൾ, വിറ്റമിൻ ഡിക്ക് നമുക്ക് വേണ്ട നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 30 to 50 ആണ് വാല്യൂ വരേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഒരു 20ക്ക് താഴെ ഉള്ളുവെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണണം. അതേ സമയത്ത് നിങ്ങൾക്ക് 30-50 അല്ലേ നോർമൽ റേഞ്ച്, നിങ്ങൾക്കൊരു 60-80 കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലാണ്, എന്നാലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ വാല്യൂസ് അങ്ങനെ നോക്കുക. ഇപ്പോൾ ഏതെങ്കിലും കൂടുതലോ കുറവോ ആണോ, ഒരുപാട് കൂടുതലോ കുറവോ ഉണ്ടോ. ഇനി നിങ്ങൾ ഓൺഗോയിങ് മെഡിക്കേഷനിലാണോ ഏതെങ്കിലും, അതായത് തൈറോയിഡിൻ്റെ ഏതെങ്കിലും പിൽസ് എടുക്കുന്നുണ്ടോ, ആൻറ്റി ഡിപ്രസൻസ്, അല്ലെങ്കിൽ എന്താണ് ഡയബറ്റീസ്, BP, ഇങ്ങനെ എന്തെങ്കിലും ഓൺഗോയിങ് മെഡിക്കേഷൻ, ബ്ലഡ് തിന്നേഴ്സ്, ഇങ്ങനെ ഓൺഗോയിങ് മെഡിക്കേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടേ സപ്ലിമെൻറ്റ്സ് എടുക്കാവൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺഗോയിങ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ലിവർ ഓർ കിഡ്നി ഇഷ്യൂസ്, അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂ, PCOS, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാവൂ. ഇനി ബ്ലഡ് ടെസ്റ്റിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ, ചെറിയ ഡെഫിഷ്യൻസിയൊക്കെയാണ്, വിറ്റമിൻ ഡിയുടെയൊക്കെ ചെറിയ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ മഗ്നീഷ്യം, സിങ്കിൻ്റെയൊക്കെ ചെറിയ ഡെഫിഷ്യൻസിയാണ് കാണണമെങ്കിൽ നമുക്ക് അതിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കാം. ഇനി വലുതാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ചാർട്ട്സാണ്. അതായത് നമ്മളിപ്പോൾ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ മേജർ സ്കിൻ ഓർ ഹെയർ കൺസേൺസ് എന്ന് നമുക്ക് അപ്പോൾ അറിയാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയാം. ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടുണ്ട്. ഇത് 3 കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ കാണിക്കുന്ന ചാർട്ട്സ് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. ഈ ചാർട്ടിൽ ഞാൻ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ കൺസേണും, ആ കൺസേണിന് പറ്റിയ സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അത് എത്ര ഡ്യൂറേഷനിൽ എടുക്കണം, നിങ്ങൾക്ക് ലോങ് ടേമിൽ എടുക്കാമോ, എപ്പോഴൊക്കെയാണ് ബ്രേക്സ് എടുക്കേണ്ടത്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നോട്ട്സും എല്ലാ സപ്ലിമെൻറ്റ്സിൻ്റെ യൂസസും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചാർട്ട്സിൽ 3 സപ്ലിമെൻറ്റ്സ് ആണ് വാട്ടർ സോല്യുബിൾ സപ്ലിമെൻറ്റ്സ്, വിറ്റമിൻ C, ഗ്ലൂട്ടാത്തയോൺ ആൻഡ് വിറ്റമിൻ B കോംപ്ലക്സ്. അതിൽ വിറ്റമിൻ C ആൻഡ് ഗ്ലൂട്ടാത്തയോൺ നിങ്ങൾ ഒരുമിച്ച് എടുക്കാൻ നോക്കുക ഫോർ ബെറ്റർ റിസൾട്ട്സ്. അത് എപ്പോഴും ബിഫോർ ഫുഡ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് B കോംപ്ലക്സ് നിങ്ങൾ കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബിഫോർ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് മീലിൻ്റെ കൂടെയും B കോംപ്ലക്സ് കഴിക്കാം. ബാക്കി ഈ ചാർട്ടിൽ മെൻഷൻ ചെയ്തേക്കുന്ന എല്ലാ സപ്ലിമെൻറ്റ്സും ഫാറ്റ് സോലുബിൾ സപ്ലിമെൻറ്റ്സ് ആണ്. അതെല്ലാം നിങ്ങൾ വിത്ത് ഫുഡ് ഓർ ആഫ്റ്റർ ഫുഡ് വേണം കഴിക്കാൻ. അപ്പോൾ ഈ ചാർട്ട് വഴി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട സപ്ലിമെൻറ്റ്സ് എന്നുള്ളത്. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എല്ലാം ഏകദേശം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ചിലർക്കൊരു പ്രശ്നമുണ്ട്, അതായത് സപ്ലിമെൻറ്റ്സ് ഇനിയിപ്പോൾ ഡോക്ടർ പറയാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ട സപ്ലിമെൻറ്റ്സ് ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, കൺസേൺസ് ഈ സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഈ സ്റ്റെപ്പ് 1 നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മേജർ സ്കിൻ ഓർ ഹെയർ കൺസേൺസും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളതും ഈ ബ്ലഡ് ടെസ്റ്റും കൊണ്ട് ഒരു ഡോക്ടറെ പോയി കാണുക, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് നിങ്ങൾ പറയുക, ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനത്തെ കൺസേൺസ് ഉണ്ട്, ഇതാണ് എൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട്, ഞാൻ ഈ ടാബ്ലറ്റ് കഴിച്ചാലോ എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക. അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ടാബ്ലറ്റ് കൃത്യമായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കറക്റ്റ് ആ ചാർട്ട് വഴി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. ആൻഡ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കാൻ നിൽക്കരുത്. ആദ്യം ഒരു 2 കൺസേണിനെ അഡ്രസ്സ് ചെയ്യുന്ന 2 സപ്ലിമെൻറ്റ്സ് എടുത്ത് അത് കൃത്യമായിട്ടൊരു 3 മാസം നിങ്ങൾ കഴിച്ചു നോക്കുക. നിങ്ങൾ സ്കിന്നിൽ, ഹെയറിൽ നിങ്ങൾക്ക് ഓവറോൾ വരുന്ന ചേഞ്ച് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് 3 മന്ത്സ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം വിറ്റമിൻ ഡിയും മഗ്നീഷ്യവും സിങ്കൊക്കെ നോർമലാണെങ്കിൽ നിങ്ങൾക്ക് ആ സപ്ലിമെൻറ്റ്സ് നിർത്താം. എന്നിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും സപ്ലിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ചിലത് സൈക്കിൾ പോലെയാണ്, അതായത് 3 മന്ത്സ് കഴിക്കുക, പിന്നെ പോസ് ചെയ്യുക, വീണ്ടും 3 മന്ത്സ് കഴിക്കുക, അങ്ങനെയുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ പോവുക. അപ്പോൾ ചിലത് നമുക്ക് കണ്ടിന്യൂസ് കഴിക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് കഴിക്കാം. ഇനി ചില സപ്ലിമെൻറ്റ്സ്, ഈ കൊളാജൻ പൗഡേഴ്സൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് നിങ്ങൾക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ ബെനിഫിഷ്യൽ അല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഈ വെഗാൻ കൊളാജൻ ഇല്ലേ, അതിന് ഒരു യൂസും ഇല്ല. നിങ്ങൾ അതൊന്നും വാങ്ങിച്ച് നിങ്ങൾ പൈസ കളയാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കൊളാജൻ നല്ലോണം വേണമെങ്കിൽ മെറൈൻ കൊളാജൻ അല്ലെങ്കിൽ ബോൺ ബ്രോത്ത് ഇല്ലേ, നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ആയിട്ടൊന്നും പോകണ്ട,
ബോൺ ബ്രോത്ത് ഒരു വീക്ക്ലി 1 or 2 എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കൊലാജൻ കിട്ടും. അപ്പോൾ സെപ്പറേറ്റ് നിങ്ങൾ കൊലാജിന് വേണ്ടി പോവേണ്ട ആവശ്യമില്ല, റുട്ടീനിലൊന്ന് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇനി കുറേ സൂപ്പർ ഫുഡ്സ് ഉണ്ട്, നമുക്ക് ഈ സപ്ലിമെൻറ്റ്സിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കുറേ സൂപ്പർ ഫുഡ്സ് ഉണ്ട്. നമ്മളെ നമ്മൾ ഈ സപ്ലിമെൻറ്റ്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് സൂപ്പർ ഫുഡ്സ് ഏതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, അപ്പോൾ ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം സപ്ലിമെൻറ്റ്സിനെ പറ്റി ഓവറോൾ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ.